കല്യാൺ സിൽക്സ് ന്യൂസ് ടൈം സമർപ്പിക്കുന്നത് Over 100 years, 1 million weddings and one master weaver. Happy wedding with Kalyan Silks. Kalyan Silks, ലോകത്തിലെ ഏറ്റവും വലിയ സിൽക്ക് സാരി ഷോറൂം ഇപ്പോൾ തിരുവല്ലയിലും. വാർത്തകൾ തുടരുന്നു. കുളനട പഞ്ചായത്തിലെ ഉളനാട് പാണിൽ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കഴിഞ്ഞ 8 വർഷം മുമ്പ് ടാർ ചെയ്ത റോഡിലൂടെ കാൽനട യാത്ര പോലും ദുരിതമായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതീകാത്മകമായി സ്ഥലം എംഎൽഎയുടെ ഫ്ലെക്സ് ബോർഡിലും റോഡിലും റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. 5 വർഷമായി കുളനട പഞ്ചായത്തിലെ ഉളനാട് പാണിൽ റോഡിന്റെ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. 8 വർഷം മുമ്പാണ് ഈ റോഡിൽ അവസാനമായി മെയിന്റനൻസ് പണികൾ നടത്തിയത്. അടുത്തിടെ കുളനട പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. കാലവർഷം കനത്തോടെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ സമീപത്തെ വീടുകളിലേക്ക് ചെളിവെള്ളം തെറിപ്പിക്കുന്നതും പതിവ് കാഴ്ചയായി മാറി. എത്ര വണ്ടികളാണ് ഇവിടെ വീഴുന്നത്? ആശുപത്രി വരെ കൊണ്ടുപോയി. പിള്ളേരുടെ തലയെല്ലാം പൊട്ടി. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി ഈ നടപ്പാത നാളെ ശരിയാക്കി അത്രയ്ക്ക് നല്ലതാ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് പ്രതിഷേധം ചെയ്യും. ഇനി ഇത് ഉള്ളതൂടെ ഞങ്ങൾ വെട്ടിക്കുഴിച്ച് ഇവിടെ ശരിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ അതുപോലെ അനുഭവിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രാത്രി വരുന്ന വണ്ടി എത്ര വീണ് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുന്നത്. ഇത് വെട്ടിക്കുഴിച്ചിട്ട് വലിയ മണ്ണ് മാന്തിയും കൊണ്ട് വന്ന തോരനാശങ്ങ് പോയി കിണർ പോലെ ആക്കി. റോഡാണോ കുളമാണോ എന്നറിയാനൊക്കാത്ത സാഹചര്യത്തിന്റെ പേരിൽ അത്രമാത്രം ചെളിക്കുണ്ടായി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളെ പുതിയ ബാഗും പിടിച്ചുകൊണ്ട് അതുവഴി പോയ സമയത്ത് കുഞ്ഞുങ്ങളുടെ ആ ചെളിക്കുണ്ടിൽ വീണ് അവർ കരഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥ ഞങ്ങൾ കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് ഇത്രയും ഖേദകരമായ രീതിയിൽ ഇത്രയും ശോചനീയമായ രീതിയിലുള്ള റോഡ് ഈ ഉളനാടിന്റെ പ്രദേശത്തില്ല. എന്നാൽ ഉളനാട് പാണിൽ റോഡിന്റെ വികസനത്തിനായി അഡ്വക്കേറ്റ് ശിവദാസ് നായർ എംഎൽഎയുടെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ 9 മാസത്തിനു മുമ്പ് അനുവദിച്ചിരുന്നു. ഇതിന്റെ സന്തോഷസൂചകമായി ഉളനാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള റോഡ് അപകടകരമാണ്. അതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. ശിവദാസൻ നായർ അനുവദിച്ചു എന്ന് പറയുന്ന ഈ 5 ലക്ഷം രൂപ എവിടെ? ജനങ്ങൾക്ക് അത് പ്രയോജനകരമാണോ? അനുവദിച്ചിട്ടുണ്ടോ? അതോ സാധാരണ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഈ ഫ്ലെക്സ് ബോർഡുകൾ കോൺഗ്രസ് കമ്മിറ്റി അടിച്ചിറക്കിയതാണോ? ഇത് ഞങ്ങൾക്കറിയത്തില്ല. പൊതുജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് തന്നെ മുന്നിൽ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ 9 മാസത്തിനു ശേഷവും ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ എംഎൽഎയുടെ ഫ്ലെക്സ് ബോർഡിലും റോഡിലും പ്രതിഷേധ സൂചകമായി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ഇനിയും അധികം താമസിക്കാതെ ഒരാഴ്ചക്കകം ഈ റോഡിന്റെ പണി എത്രയും വേഗം തുടങ്ങുകയില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഈ 5 ലക്ഷം രൂപ ഇവിടെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇന്നേ വരെ ഒരു ലോഡ് മിറ്റിൽ പോലും ഇവിടെ കൊണ്ടിറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് എത്രയും വേഗം 1 മാസത്തിനകം ഈ റോഡ് പാണിൽ വരെ നീട്ടി മൊത്തം പണിയും ചെയ്തു തീർക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്നാൽ 9 മാസത്തിനു ശേഷവും ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ എംഎൽഎയുടെ ഫ്ലെക്സ് ബോർഡിലും റോഡിലും പ്രതിഷേധ സൂചകമായി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് ജനങ്ങൾ റോഡിലും വാഴ നട്ടു. എന്നാൽ കോൺഗ്രസിലെ തന്നെ ചിലരുടെ അഭിപ്രായ വ്യത്യാസം മൂലമാണ് റോഡ് പണി നീണ്ടുപോകുന്നതെന്നും പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പന്തളം.